ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള സഭകൾ ഐക്യവാരമായി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇവിടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 36 വരെ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ യേശു പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ 33-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കിട്ടി. ശമരിയാക്കാരൻ അവന് യഹൂദനുമായിട്ട് ബന്ധമുള്ളതല്ല, യഹൂദൻ അവനെ ഒത്തിരി ഉപദ്രവിക്കുന്നതാണ്. പക്ഷേ തൻ്റെ ശത്രുവാണെങ്കിൽ പോലും ആവശ്യത്തിരിക്കുന്നവരെ സഹായിക്കുന്ന സ്നേഹമാ മനസ്സലിവ്. മനസ്സിന് അലിവുണ്ടാകണമെങ്കിൽ ദൈവസ്നേഹം വന്നെങ്കിലേ മനസ്സിന് അലിവുണ്ടാവും. ആ മനസ്സലിവുണ്ടായെങ്കിലേ നമുക്ക് ആ ഐക്യം ഉണ്ടാകുവാനൊക്കെ ഉള്ളൂ. ആ ഐക്യം ഉണ്ടാകുവാൻ നമുക്കവരോടൊരു മനസ്സലിവുണ്ടാകണം. അവൻ ചെയ്യുന്നത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ അബദ്ധമാണ്. അവനെ ഞാൻ സ്നേഹിക്കേണ്ടതാണ്, എൻ്റെ കടമയാണ്. അവനെ എൻ്റെ കൂടെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതാണെന്നുള്ള ആ ബോധ്യത്തിൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോഴാണ് ആ മനസ്സലിവ് എന്നിൽ നിന്ന് വരുന്നത്. അതാണ് ദൈവസ്നേഹമെന്നും യേശു പഠിപ്പിക്കുന്നത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ഐക്യസഭകളുടെ ഐക്യത്തിൽ ശമരിയക്കാരനും യഹൂദനും തമ്മിൽ സ്നേഹിച്ചതുപോലെ സഭകൾ തമ്മിൽ മനസ്സലിഞ്ഞ് സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾക്ക് മറ്റുള്ളവരെ അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കണേ. ആരെയും ശത്രുക്കളായിട്ട് കാണാതെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള മനസ്സലിവ് ഞങ്ങൾക്ക് തരണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ശക്തി ഇറങ്ങണമേ. ഞങ്ങളെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, മനസ്സലിവിൻ്റെ മഹാദൈവത്തിൻ്റെ പ്രവാചകന്മാരായി ലോകമെമ്പാടും പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ മനസ്സലിവിൻ്റെ കേന്ദ്രങ്ങളായി ഞങ്ങളുടെ ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, മനസ്സലിവിൽ വഴിയോര കച്ചവടക്കാർ, പെട്ടിടരായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ജയിലുകളിലും ഓർഫനേജുകളിലും കഴിയുന്നവർ, ആരുമില്ലാത്തവർ, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദേശങ്ങളിൽ പഠിക്കുന്നവർ, സ്വദേശത്ത് പഠിക്കുന്നവർ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, പ്രഥമാധ്യാപകർ, ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ മനസ്സലിവോടുകൂടി തങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ അധ്യാപകർക്കും അനധ്യാപകർക്കും സാധിക്കണം. സ്വന്തം ഗുരുക്കന്മാരെ ബഹുമാനിക്കുവാനുള്ള വലിയ ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്കും ലഭിക്കണം. അങ്ങനെ ഒരു മനസ്സലിവിൻ്റെ ഒരു വലിയ ട്രാൻസാക്ഷൻ നടക്കുവാൻ, മനസ്സലിവിൻ്റെ വലിയ ഒരു പകർച്ച നടക്കുവാനായിട്ട് ഈ വചനത്തിലൂടെ സാധ്യമായി തീരണമേ. അതിനായിട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,